അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹദീസ് പഠന ക്ലാസ്സിൽ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. മനസ്സിൽ, ഖൽബിൽ ഒരു അണുമണി തൂക്കം കിബിർ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അഹങ്കാരമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഫഖാല റജുലുൻ, അപ്പൊ ഒരാൾ ചോദിച്ചു, നബിയെ, ഇന്നർ റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനൻ വനഅലുഹു ഹസന. ചില ആളുകൾ അവരുടെ വസ്ത്രം നല്ല വസ്ത്രമാകണമെന്ന് ആഗ്രഹിക്കുന്നു, അവരുടെ ചെരുപ്പ് നല്ല ഭംഗിയുള്ള ചെരുപ്പാകണമെന്ന് ആഗ്രഹിക്കുന്നു, നല്ല വൃത്തിയും ഭംഗിയുമുള്ള ചെരുപ്പും വസ്ത്രവും ഇടണമെന്ന് പലരും ആഗ്രഹിക്കാറുണ്ട്. ഇത് അഹങ്കാരമാകുമോ, കിബിർ ആകുമോ? ഇതാണ് ഈ സ്വഹാബിയുടെ ചോദ്യം. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. അല്ലാഹു ഭംഗിയുള്ളവനാണ്, അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഭംഗിയുള്ള വസ്ത്രവും ചെരുപ്പും ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കുന്നത് ഒരിക്കലും അള്ളാഹു കിബറിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയില്ല. അത് നല്ല കാര്യമാണ്, അള്ളാഹുവിന് നല്ലവണ്ണം ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോ ഭംഗിയുള്ള വസ്ത്രമോ, നല്ല ഓരോ ദിവസവും മാറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രമോ ചെരുപ്പോ, ഇതൊന്നും അഹങ്കാരത്തിന്റെ വഴി അല്ല. അത് അഹങ്കാരമല്ല. മറിച്ച് അഹങ്കാരം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, അൽ കിബ്റു ബത്റുൽ ഹഖ് വ ഗംതുൻ നാസ്. കിബ്ർ എന്നാൽ സത്യത്തെ തിരസ്കരിക്കലും ജനങ്ങളെ അവമതിക്കലുമാണ്. സത്യം കേട്ടിട്ടും അംഗീകരിക്കാതിരിക്കൽ. ഹക്ക് അതാര് പറഞ്ഞാലും അംഗീകരിക്കണം. സത്യം പറയുമ്പോൾ അത് പറഞ്ഞയാൾ ഇന്നയാളാണല്ലോ എന്ന് കരുതിയിട്ട് അതിനെ തിരസ്കരിക്കുക, അംഗീകരിക്കാതിരിക്കുക, ഇതാണ് അഹങ്കാരം. അതേപോലെ ജനങ്ങളെ അവമതിക്കൽ, നിസ്സാരപ്പെടുത്തൽ. ജനങ്ങൾ എന്ത് ചെയ്യുക, ഗവൺമെന്റ് അവനാരാ എന്നൊക്കെ പറഞ്ഞ് അവരെ നിസ്സാരപ്പെടുത്തലും അവമതിക്കലുമാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ. ചില ആളുകൾ നമ്മെ കല്യാണത്തിനും മറ്റുമൊക്കെ ക്ഷണിക്കുമ്പോൾ, അയാൾ വിളിച്ചാലൊന്നും പോകാൻ നമുക്കുണ്ടാവില്ല, അയാൾ ക്ഷണിച്ചാൽ പോകാനൊന്നും മാത്രമല്ല ഞാനുള്ളത് എന്ന രൂപത്തിലുള്ള ചിന്ത, ഇതാണ് അഹങ്കാരം. സത്യം കേൾക്കുമ്പോ, ഹക്ക് കേൾക്കുമ്പോ നമുക്ക് അത് സ്വീകരിക്കാൻ മനസ്സ് വരാതിരിക്കുക, അതിന് വഴിപ്പെടാതിരിക്കുക, ഇതാണ് ശരിയായ കിബിർ. അപ്പോ ഹക്ക് കേൾക്കുമ്പോൾ അതിൽ നിന്ന് മുഖം തിരിക്കലും ജനങ്ങളെ നിസാരവൽക്കരിച്ച് പലരെയും നമ്മൾ അവമതിച്ച് തള്ളിക്കളയലും, ഇതാണ് ശരിയായ കിബിർ. അതുകൊണ്ട് ആ കിബിർ ഉള്ള ഒരു മനുഷ്യനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ഹദീസിൽ നിന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെടും, നല്ല ഡ്രസ്സും നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളും ചെരുപ്പും മറ്റുമൊക്കെ ധരിച്ച് നടക്കുന്ന ആളുകളെ കുറിച്ച് അയാൾ ഭയങ്കര അഹങ്കാരിയാണെന്ന് ജനങ്ങൾ പറയാറുണ്ട്. പക്ഷെ അതല്ല അഹങ്കാരി, അദ്ദേഹമല്ല അഹങ്കാരി, അതല്ല കിബിർ. കിബിർ എന്ന് പറഞ്ഞാൽ സത്യം കേട്ടിട്ടും മുഖം തിരിച്ചു കളയുന്ന ആളുകൾ, സത്യം കേട്ടിട്ടും അംഗീകരിക്കാത്ത ആളുകൾ, അതേപോലെ ജനങ്ങളെ നിസ്സാരപ്പെടുത്തി അവരെ തള്ളിക്കളയുന്ന ആളുകൾ, അവര് പറഞ്ഞാൽ സ്വീകരിക്കില്ല എന്ന രൂപത്തിൽ നടക്കുന്ന ആളുകൾ, ഇതാണ് ശരിയായ കിബറുള്ള ആളുകൾ എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് ബോധ്യപ്പെടും. ആകയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കിബർ ഒരല്പമെങ്കിലും മനസ്സിലുള്ളവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ലെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. അല്ലാഹു തആല അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കിബറുകളൊന്നുമില്ലാത്ത നിഷ്കളങ്ക മനസ്സിന്റെ ഉടമകളായി അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. മനസ്സിൽ നിന്ന് പൂർണ്ണമായി കിബറും ഉജ്ബും തുടങ്ങി എല്ലാവിധ ഖൽബിയായ രോഗങ്ങളെ തൊട്ടും ഖൽബിനെ ശുദ്ധീകരിച്ച് അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹക്ക് അത് അംഗീകരിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ജനങ്ങൾ അവരാരായാലും അവരെ അർഹിക്കുന്ന ബഹുമാനം നൽകി അവരെ സ്വീകരിക്കാനും അവരെ ബഹുമാനിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.